കൂട്ടുകാരെ, പ്രോഗ്രാം ഇഷ്ടപ്പെട്ടോ? പ്രോഗ്രാം കഴിഞ്ഞു അറിഞ്ഞില്ലേ? ഇന്നത്തെ ഈ ലോകത്തിന്റെ പോക്ക് അല്ലേ, ഇന്നത്തെ യുവതലമുറയുടെയും അതുപോലെ ഒരുപറ്റം ആൾക്കാരുടെയും ജീവിത ശൈലിയെ കുറിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. മദ്യത്തിന് മയക്കുമരുന്നിന് അടിമപ്പെട്ട് നശിക്കുന്ന പാതയിലേക്ക് ഒഴുകുന്ന ജനത്തിന് ഒരു നേരായ മാർഗം പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഒരു ഉപദേശി കഷ്ടകാലത്തിന് ആ ബസ്സിനകത്ത് കയറി. പക്ഷെ ഉപദേശിന്റെ സ്ഥാനം അവസാനം എവിടെയായി? ബസ്സിന്റെ പുറത്തോ? ഇല്ല, ബസ്സിന്റെ വെളിയിലായി. ഇതാണ് ഈ ലോകത്തിൽ കാണുന്നത്. ദൈവവചനത്തിന് സ്ഥാനമില്ല. എന്നാൽ ദൈവവചനം ഒരു വ്യക്തിയുടെ ഉള്ളിൽ, അതായത് ആ കള്ളു കുടിച്ച് മത്തനായിരിക്കുന്ന ഒരു മനുഷ്യനോട് കാണിച്ചു. ആ വ്യക്തിയുടെ ഉള്ളിൽ പോയും ആ ഉപദേശി പറയുന്ന വിഷയങ്ങൾ ഉള്ളിൽ കടന്നു ചെന്നാൽ ആ വ്യക്തിക്ക് എന്തുണ്ടാവും? രൂപാന്തരം ഉണ്ടാവും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളരുവാൻ അവരെ സഹായിക്കട്ടെ. അങ്ങനെയുള്ള ധാരാളം പ്രോഗ്രാമുകൾ തുടർന്നും അവർക്ക് അവതരിപ്പിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിച്ചിരിക്കുക. ഇതുവരെ നിങ്ങളുടെ പ്രോഗ്രാമുകൾ ഞാൻ കണ്ടു. വളരെ മനോഹരമായ പ്രോഗ്രാമുകളായിരുന്നു. ഇതിന് പിന്നിൽ അണിയറയിൽ ഒരുപാട് അധ്വാനവും അതുപോലെ ചെലവൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ പേരിൽ പിന്നിൽ അധ്വാനിച്ച എല്ലാ കർത്തദാസന്മാർക്കും മറ്റ് സഹോദരി സഹോദരന്മാരെയൊക്കെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് അവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അധ്യക്ഷ പ്രസംഗമാണ്. അതിനു മുമ്പായിട്ട് ഇതുവരെ നടന്ന എല്ലാ പ്രോഗ്രാമുകളുടെ പിന്നിൽ ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു അല്ലെ. കടന്നു വന്ന സമയങ്ങളിൽ ഇതുവരെയും കർത്താവ് നമ്മെ സൂക്ഷിച്ചു. പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി കൊടുത്തു, ഓർമ്മശക്തി കൊടുത്തു. എല്ലാ അനുകൂല സാഹചര്യങ്ങളും കർത്താവ് നമുക്ക് നൽകി. ആ കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് തുടർന്ന് നടക്കേണ്ടുന്ന അധ്യക്ഷ പ്രസംഗത്തെ ഓർത്തും പ്രാർത്ഥിക്കുവാനായിട്ട് പോൾ എബ്രഹാം അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ കർത്തദാസൻ പ്രാർത്ഥിച്ചതിന് ശേഷം അധ്യക്ഷ പ്രസംഗം ആരംഭിക്കുന്നതാണ്. ആയതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും കണ്ണടച്ച് കൈകൂപ്പി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുക. ഇതുവരെ കർത്താവ് നമ്മുടെ പ്രോഗ്രാമിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുകയും തുടർന്നുള്ള പ്രോഗ്രാമുകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ ആമേൻ. അനുഗ്രഹിക്കുന്ന ഒരു ദിവസം പ്രധാനമായി തീർന്നതിനായി സ്തോത്രം. ഈ ഹാളിൽ കുഞ്ഞുങ്ങളുടെ ആ വേദപ്രധാനത്തോടുള്ള ബന്ധത്തിൽ പിതാവെ ആ കുഞ്ഞുങ്ങൾക്ക് നൽകിയ ആ കഴിവുകളെ പ്രകടമാക്കുവാൻ ഒരു സന്ദർഭം തന്നതിനായി സ്തോത്രം. കർത്താവെ, ഇവിടെ അനേക കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ അവതരിപ്പിച്ചതെല്ലാം അവരുടെ ഹൃദയത്തിൽ പതിയുവാൻ ഇടയാക്കിയതിനായി നന്ദി പറയുന്നു. കർത്താവെ, വളരുന്തോറും കർത്താവെ അങ്ങേക്കുള്ളാകുന്ന മക്കളായി തീരുവാൻ തക്കവണ്ണം ഈ സൺഡേ സ്കൂൾ മുഖാന്തരമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയോട് കർത്താവെ ഇത്രയും കുഞ്ഞുങ്ങളെ ബന്ധത്തിൽ ആ ദൈവം അഭ്യസിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവ് അവരെ സഹായിക്കുന്നു എന്നായി സ്തോത്രം. അനേക തലമുറകളെ വാർത്തെടുപ്പാൻ കർത്താവെ ദൈവത്തിൽ ഉണ്ടാകുന്ന ദൈവത്തിന്റെ വേലയില്ലാത്ത അനേക മക്കളുടെ ഒഴിവ് വീഴുവാൻ തക്കവണ്ണം സ്വർഗ്ഗവേദിക്ക് സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും അങ്ങനെ പരിപാലനം ഈ പ്രോഗ്രാമുകളിലൂടെ ഉണ്ടായിരുന്നതിനായി സ്തോത്രം. പൂർണ്ണമായും അതിന്റെ മഹത്വം അംഗീകരിച്ചിരുന്നു. കർത്താവെ, അല്പസമയം കൂടെ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നു കൊണ്ട് കർത്താവെ ഇതിന്റെ വനത്തിൽ നിന്ന് കേൾപ്പാൻ തക്കവണ്ണം ആഗ്രഹിച്ചിരിക്കുന്നു. കർത്താവെ, നിങ്ങൾക്ക് വേണ്ടുന്ന വിധത്തിൽ കേൾപ്പാൻ തക്കവണ്ണം അത് വേണ്ടുന്ന വിധത്തിൽ ഇവിടെ വിളമ്പി തരുവാൻ പ്രിയ ദാസനെയും നീ സഹായിക്കണം. അതിനുശേഷം എല്ലാ ശുശ്രൂഷകളെയും അംഗീകരിക്കുന്നത് സർവനാമവും മഹത്വം അംഗീകരിക്കുന്നു. സർവ്വങ്ങൾക്കായി ജീവിതത്തിന്റെ ലക്ഷ്യം കർത്താവുമായ ക്രിസ്തുയേശുവിന്റെ അതിമഹത്വ നാമത്തിൽ തന്നെയാണ്. അടുത്ത അധ്യക്ഷ പ്രസംഗമാണ്. കൂട്ടുകാരെ, അധ്യക്ഷ പ്രസംഗമെന്ന് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു മഴക്കാർ വന്ന് മൂടിയതുപോലെ അങ്ങ് മൗനമായിരിക്കുകയാണ് അല്ലേ. ഞാൻ പ്രസംഗിക്കാനൊന്നും പോകുന്നില്ല. ഇതുവരെയും നല്ല പ്രോഗ്രാമുകളൊക്കെ കണ്ട് കേട്ട് അത് ആസ്വദിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തര് ഇരിക്കുന്നത് അല്ലേ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. ഞാൻ ഒരു പ്രസംഗം നടത്തണോ അതോ ഞാൻ ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കട്ടോ? എന്ത് വേണം? ഒന്ന് പറഞ്ഞ പെട്ടെന്ന് സമയമില്ല. കഥാപ്രസംഗം രണ്ടും കൂടെ കഥയും പ്രസംഗം
കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക, അല്ലാതെ കഥാപ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. ഓക്കെ, ഇത്രയും നേരം നമ്മൾ പല പ്രോഗ്രാമുകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് അല്പം ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഞാനൊരു ചെറിയൊരു എക്സസൈസ് ചെയ്യാൻ പോയാൽ മുതിർന്നവർ എഴുന്നേൽക്കണമെന്നില്ല, കൊച്ചു കുഞ്ഞുങ്ങൾക്കാണ്. ഓൺ സ്റ്റാൻഡ് അപ്പ്, എഴുന്നേറ്റോ സ്റ്റുഡൻസ്? ഓക്കെ, ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. ഒന്ന് കൈകാലൊക്കെ ഒന്ന് മൂന്നേ. ഇത്രയും നേരം നമ്മൾ പ്രോഗ്രാം അവതരിപ്പിച്ചും കണ്ടും കേട്ടും ഇരിക്കുകയായിരുന്നു. വരുന്നു. അപ്പൊ ഞാൻ ചെറിയൊരു എക്സസൈസ് നിങ്ങളുടെ സന്തോഷത്തിനായിട്ട് ഞാൻ പറയുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാനായിട്ട് പോവുകയാണ് കേട്ടോ. നിങ്ങളുടെ അനുസരണത്തെ കുറിക്കുന്നത് ഞാൻ ചില എക്സസൈസ് പറയുമ്പോൾ ഓക്കെ എന്ന് പറയുന്നത് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, ചെയ്യുള്ളൂ. ഉദാഹരണം, ഓക്കെ ക്ലാപ്പ് യുവർ ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഓക്കെ സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇരിക്കും. എന്നാൽ സ്റ്റാൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കോ? ഇല്ല. കാര്യം എന്തോന്നാ? ഓക്കെ പറഞ്ഞില്ല. ഓക്കെ പറയുന്നോന്ന് ശ്രദ്ധിക്കണം. ഓക്കെ പറഞ്ഞിട്ട് പറയാനേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, അനുസരിക്കാവൂ. അപ്പൊ നിങ്ങൾ അനുസരിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ? ആണോ? ആ ശരി, ഓക്കെ, നമുക്ക് തുടങ്ങാം. നമ്മുടെ എക്സസൈസ് തുടങ്ങാൻ പോവുകയാണ്. ആൻസർ. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, മലയാളത്തിലല്ലേ പറയുന്നത്. ഓക്കെ പറഞ്ഞിട്ട് പറയുന്ന ഓക്കെ പറഞ്ഞിട്ട് പറയുന്ന എക്സസൈസ് മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും കേട്ടോ. ശരി, ഓക്കെ ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. ഞാൻ ഓക്കെ പറഞ്ഞു. ഓക്കെ സ്റ്റോപ്പ് പറഞ്ഞില്ലല്ലോ. ഓക്കെ സ്റ്റോപ്പ്. ഓക്കെ ഹാൻഡ്സ് അപ്പ്. ഓക്കെ ഡൗൺ. ഓക്കെ ഹാൻഡ്സ് അപ്പ്. ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. കുറച്ച് കൊച്ചു കുഞ്ഞുങ്ങൾ മാത്രമേ തിരിക്കുന്നുള്ളൂ. അവർ വളരെ ശ്രദ്ധയോടെയാണ് പെർഫോമൻസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. ഓക്കെ സ്റ്റോപ്പ്. ഓക്കെ ഹാൻഡ്സ് ഡൗൺ. ശരി, എല്ലാവർക്കും ഇരിക്കാം. നമുക്ക് എത്ര പേരാണ് ഇരുന്നതുണ്ടോ? ഞാൻ പറഞ്ഞോ ഓക്കെ സിറ്റ് ഡൗൺ പറഞ്ഞോ? ഇല്ല. ഇനി ആരും എണീക്കട്ടെ. സിറ്റ് ഡൗൺ. ഓക്കെ സിറ്റ് ഡൗൺ. ഓക്കെ ഞാൻ കരുതി വന്ന പ്രോഗ്രാമുകളും ചെയ്യാനുള്ള സമയം ഇനി നമ്മുടെ മുമ്പിലില്ല. വളരെ വേഗം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഒരു കൊച്ചു കഥ വളരെ വേഗം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരും അശ്രദ്ധരായി ഇരിക്കരുത്. മുതിർന്നവർ ഉൾപ്പെടെ എല്ലാവരും ദയവ് ചെയ്ത് ഈ കഥ ശ്രദ്ധിക്കണമെന്ന് വളരെ താഴ്മയായി പ്രാരംഭത്തിൽ ഓർമ്മിക്കുന്നു. ഈ കഥ പറയുന്നത് ഇറ്റലിയിൽ നിന്നാണ്. ഇറ്റലി പോയിട്ടുണ്ടോ? ഇറ്റലി പോയിട്ടുള്ള എത്ര പേരുണ്ട്? കൈ നോക്കിക്കേ. ഇറ്റലി. അയ്യോ, നിങ്ങൾ പോയി ഇറ്റലി. വെരി ഗുഡ്. ഓക്കെ, ഒന്ന് എഴുതിയിരുന്ന എല്ലാവരും കാണണ്ടേ? പുള്ളിക്കാരൻ ഇറ്റലിയിൽ പോയിട്ടുണ്ട്. ഇറ്റലി പോയിട്ടുണ്ട്. ഞാൻ വേറൊരു സൺഡേ സ്കൂൾ വാർഷികത്തിന് ചോദിച്ചു, നിങ്ങൾ ഇറ്റലിയിൽ പോയിട്ടുണ്ടോ? ഇല്ല, ഇറ്റലിയിൽ പോയിട്ടില്ല. അയ്യോ, അങ്ങനെ ഇറ്റലിയോ? ഇറ്റലി ഞാൻ കഴിച്ചിട്ടുണ്ടോ? ഇറ്റലി അല്ല, എന്തുവാ ഇറ്റലി. അതുപോലെ ഒരു അബദ്ധം പറ്റിയതാ. പോട്ടെ. ശരി, ഇറ്റലിയിൽ എനിക്ക് തോന്നുന്നില്ല ആരും പോയിട്ടുണ്ട്. ഇറ്റലി നിങ്ങൾ ഭൂപടം നോക്കിയാൽ മനസ്സിലാവും. ഫ്രാൻസ്, പിന്നെ ജർമ്മനി, ഇതുപോലെയുള്ള രാജ്യങ്ങളുടെ ഇടയിലാണ് ഒരു കൊച്ചു രാജ്യമാണ് ഇറ്റലി എന്ന് പറയുന്നത്. ഇറ്റലിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ദേശീയ പതാകയുമായി വളരെ സാമ്യമുള്ള ദേശീയ പതാകയാണ് ഇറ്റലിക്കുള്ളത് കേട്ടോ. നിങ്ങൾ വീട്ടിൽ പോയി അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. ഇറ്റലിയിൽ 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരാളെ വന്നേ എന്റെ ഒരു സഹായത്തിന്. ഇപ്പൊ പോവാം, ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ വളരെ മിടുക്കരല്ലേ, കിട്ടുന്നതേ ഓടി. ശരി, വരുന്നവരെല്ലാം സമ്മാനം കൊടുക്കും. ഓക്കെ, പേരെന്തോ? ജോയിൻ. ഇതുപോലെ 2 സുഹൃത്തുക്കളാണ്. എന്നെ ജോയിനെ നിങ്ങൾ കണ്ടോ? കാണാമോ? ഇതുപോലെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. പക്ഷെ അവരുടെ പേര് സ്പർജനും ജോയിലും അല്ല. പിന്നെന്താണെന്ന് അറിയാമോ? അവരുടെ പേര് ഡാമിയനും പൈരിയാസുമായിരുന്നു. ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയാ പേര്? അയ്യോ, പൈരിയാസ്. ഒന്ന് ഓർക്കെ പറഞ്ഞേ. ഡാമിയനും പൈരിയാസ്. എന്തൊക്കെയാ? ശരി, ഒന്ന് പരിചയപ്പെടുത്താൻ. ഓക്കെ, പോയി. അങ്ങനെ ഈ 2 സുഹൃത്തുക്കൾ വളരെ വളരെ അടുത്ത സുഹൃത്തുക്കളായി. നിങ്ങൾക്കുണ്ടല്ലേ ബെസ്റ്റ് ഫ്രണ്ട് കൊണ്ട് ഫ്രണ്ട്സ് കൊണ്ട് ബെസ്റ്റ് ഫ്രണ്ടോട്. ഇവർ വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇറ്റാലിയൻ ആൾക്കാരാണ്. പേരെന്തുവാ? ഡാമിയനും പൈരിയാസ്.
അങ്ങനെ അവര് ചെറുപ്പത്തിലെ ഒരുമിച്ച് കളിച്ച് ചിരിച്ച് വളർന്ന് വലുതായി ജോലിയൊക്കെ കിട്ടി. അങ്ങനെ വളരെ പല സാഹചര്യങ്ങളിലോട്ട് അവർ തിരിഞ്ഞു പോയി. എങ്കിലും അവരുടെ സുഹൃത്ത് ബന്ധത്തിന് ഒരു കോട്ടവും സംഭവിച്ചില്ല. അങ്ങനെ ഇരിക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇടയ്ക്ക് ചോദ്യം ചോദിക്കും. ഇനിയും സമ്മാനം ബാക്കിയുടെ ഇരിപ്പുണ്ട്. തിരിച്ച് ഞാൻ തിരുവനന്തപുരം വരെ കൊണ്ടുപോകണം. ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്യുന്നറിയാമോ? ഈ പൈലിയാസ് ഒരു തെറ്റ് ചെയ്തു. ഇത് ചെയ്തു പോയി. എന്തോ ഒരു തെറ്റ്, കൊലപാതകമോ മോഷണമോ എന്തോ ഒരു തെറ്റ് ചെയ്തു പോയി. ആരെന്നറിയാമോ? ഈ പൈലിയാസ്. നിങ്ങൾക്ക് ആ സുഹൃത്തുക്കളെ കാണണ്ടേ? ദാമിയൻ കണ്ടോ? ദാമിയൻ, പൈലിയാസ്, ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം ഈ ഡാമിയൻ ഒരു തെറ്റിൽ അകപ്പെട്ടു. പൈലിയാസ് അവനൊരു എന്ത് ചെയ്തെന്ന് ഒരു അറിവുമില്ല. പക്ഷെ ഒരു തെറ്റിൽ അകപ്പെട്ടു. ആ തെറ്റ് കാരണം ഇറ്റാലിയൻ ഗവൺമെന്റ് ഈ പൈലിയാസിനെ ശിക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു. പൈലിയാസിനെ ശിക്ഷിക്കും. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഒരാളെ വധിക്കുവാനാണ് വിധിച്ചതെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്? കുറ്റവാളി തൂക്കിക്കൊല്ലും. ഇതേ ശിക്ഷാവിധിയാണ് ഇറ്റലിയിലും നിലനിന്നിരുന്നത്. അങ്ങനെ ഈ പാവം പൈലിയാസ് ഒരു തെറ്റ് ചെയ്തതുകൊണ്ട് അവിടുത്തെ കോടതിയിൽ വിസ്തരിച്ചു. കോടതിയിൽ വിസ്താരത്തിൽ ജഡ്ജി വിധിച്ചു പൈലിയാസിനെ തൂക്കിക്കൊല്ലണം. അപ്പോൾ രാജഭരണമാണ് നിലനിന്നിരുന്നത്. പൈലിയാസിന് ശിക്ഷയ്ക്ക് ഇളവ് കൊടുക്കാൻ പറ്റത്തില്ല. പൈലിയാസിനെ ഉടനെ എന്ത് ചെയ്യണം? തൂക്കിക്കൊല്ലണമെന്ന് ഒരു വലിയ വിളംബരം പുറപ്പെടുവിച്ചു. ഇത് ഉടനെ ആരെ വിളിച്ചു പറഞ്ഞു? ഡാമിയനെ വിളിച്ചു പറഞ്ഞു. ഡാമിയ, ഇടവ് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഞാനിത് തെറ്റ് ചെയ്തു പോയി. എന്നെ ഇതാ ഇറ്റാലിയൻ ഗവൺമെന്റ് പിടിച്ചു. രാജാവ് എന്നെ എന്ത് ചെയ്തു? എന്നെ തെറ്റ് കണ്ടുപിടിച്ചു. രാജാവ് എന്നെ ഇതാ തൂക്കിക്കൊല്ലുന്നതിലേക്ക് വേണ്ടി വിധിച്ചിരിക്കുകയാണ്. ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. ആകെ വിഷമത്തിലായിരിക്കുന്നു എന്ന് അദ്ദേഹം ആ സുഹൃത്തിനോട് പറഞ്ഞു. അപ്പോൾ ഡാമിയൻ പറഞ്ഞു, എന്ത് ചെയ്യും? ആകെ പ്രശ്നമായില്ലേ? അവർ തമ്മിൽ ആലോചിച്ചു എന്താണ് പോകാൻ വഴി. ഇറ്റാലിയൻ ഗവൺമെന്റ് ഒരു ദിവസം നിശ്ചയിച്ചു. ഈ മാസം അവസാനത്തെ തീയതി. ഈ മാസത്തിന്റെ അവസാനത്തെ തീയതി എത്രാമത്തെ ദിവസം? ഏത് തീയതി? 27. ഓക്കെ, അങ്ങനെ വിചാരിച്ചു. 28-ാം തീയതി രാവിലെ 10 മണിക്ക് പൈലിയാസിനെ തൂക്കിക്കൊല്ലുന്നതാണെന്ന് വിളിച്ചു. ഇത് കേട്ടപ്പോൾ പൈലിയാസിന് ഭയങ്കര വിഷമമുണ്ടായി. അദ്ദേഹം വളരെ വിഷമത്തോടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. കുറെ നാൾ കഴിഞ്ഞു. ഈ ശിക്ഷാവിധി നടപ്പാക്കേണ്ട ദിവസമായി. ഡാമിയൻ എന്ത് ചെയ്യുന്നറിയാമോ? ഡാമിയൻ തന്റെ സുഹൃത്തിനെ അന്വേഷിച്ച് നിൽക്കുകയാണ്. പൈലിയാസിനെ കാണുന്നില്ല. ഒരു രക്ഷയില്ല. ഈ ശിക്ഷാവിധി നടപ്പാക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹത്തെ ജയിലിൽ നിന്നും തുറന്നു വിടുവാനായിട്ട് രാജാവ് തീരുമാനിച്ചു. അവസാനമായിട്ട് നിനക്ക് നിന്റെ വീട്ടിലുള്ള അമ്മയെയും പപ്പയെയും മക്കളെയൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നീ എന്ത് ചെയ്തോണം? ഇവിടെ ഒന്ന് പോയിക്കൊള്ളാം. ഒരാഴ്ചയ്ക്കുള്ളിൽ ശിക്ഷാവിധി നടപ്പാക്കേണ്ടുന്ന ആ ദിവസത്തിനുള്ളിൽ നീ എന്ത് ചെയ്യണം? മടങ്ങി വരണമെന്ന് പറഞ്ഞു. ഉടനെ എന്ത് ചെയ്യുന്നറിയാമോ? പൈലിയാസ് തടവറയിൽ നിന്ന് പുറത്തിറങ്ങി. ആരെ കണ്ടു? ഡാമിയനെ കണ്ടു. ചോദിച്ചു, വിശേഷങ്ങൾ ചോദിച്ചു. എന്തൊക്കെ ചോദിച്ചു? അയ്യോ, നീ ഇത്രയും നാൾ അവിടെയായിരുന്നു. ഞാൻ ജയിലിലായിരുന്നു. എനിക്ക് എന്തൊക്കെ കഴിയാം? ഇന്നത്തെ പോലെയല്ല. ജയിലിൽ പണ്ട് എന്താണ്? ഇടിയുണ്ടയാണ് കിട്ടുന്നത്. ഇടിയുണ്ട, ചവിട്ട് കാപ്പി, ഇതൊക്കെയാണ്. ചുക്ക് കാപ്പിയല്ല, ചവിട്ട് കാപ്പി. ഇന്നത്തെ ജയിലിൽ അങ്ങനെയൊന്നും അല്ല. ഭയങ്കര സുഖകരമായ ഭക്ഷണമാണ്. പക്ഷെ പണ്ട് അങ്ങനെയല്ല. ഇതെല്ലാം അടിയും ഇടിയും എനിക്ക് പൈലിയാസ് ഒരു പരുവമായിരിക്കുകയാണ്. പൈലിയാസ് പറയുന്നു, ഇതാ ഇറ്റാലിയൻ ഗവൺമെന്റ് എന്റെ ശിക്ഷ നടപ്പാക്കുന്നതിന് ഒരാഴ്ച മുമ്പേ എന്നെ വിട്ടിരിക്കുകയാണ്. പക്ഷേ ആരെങ്കിലും ഒരാളെ തിരിച്ച് ആ ജയിലിൽ ആക്കിയിട്ടേ എനിക്ക് അവിടെ പോകാൻ പറ്റുകയുള്ളൂ. എന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. ഒരാളെ ജാമ്യക്കാരനായിട്ട് ജയിലിൽ വെക്കണം. എങ്കിലേ എന്നെ എന്റെ വീട്ടിൽ പോയി എന്റെ മക്കളെയും എന്റെ ഭാര്യയെയും അപ്പനെയും അമ്മയെയും കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. എടാ ഡാമിയ, നീ ഒരു ഉപകാരം ചെയ്യൂ. നീ എനിക്ക് പകരം ജാമ്യം നിൽക്കുമോ എന്ന് ചോദിച്ചു. ജാമ്യം നിൽക്കുമ്പോൾ സൂക്ഷിച്ചേ നിൽക്കാവൂ. എന്താണ് കാര്യം എന്നറിയാമോ? അബദ്ധവശാൽ പൈലിയാസ് തിരിച്ചു വന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? ഡാമിയനെ തൂക്കിക്കൊല്ലും. അതുകൊണ്ട് ആലോചിച്ചേ ആരും ജാമ്യം നിൽക്കുകയുള്ളൂ. അപ്പൊ ഡാമിയൻ ഒരു നിമിഷം ആലോചിച്ചു, ചേടാ, ഒരുപക്ഷെ ഇവൻ എന്നെ പറ്റിച്ചാലും, ഇവൻ തിരിച്ചു വന്നില്ലെങ്കിലും പകരം എന്നെ എന്ത് ചെയ്യും? എന്നെ തൂക്കിക്കൊല്ലും. ഞാൻ മരിക്കേണ്ടി വരും. എന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ, ഞാനത് ചെയ്യാം. എടാ, ഞാൻ മരിക്കാം. അല്ല, ഞാൻ മരിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല. നീ എന്ത് ചെയ്തോ? നീ നിന്റെ ഭവനത്തിൽ പോയിക്കോ. നിന്റെ വീട്ടുകാരൊക്കെ കണ്ടിട്ട് നീ സാവധാനം ശിക്ഷ നടപ്പാക്കുന്നതിന്റെ തലേ ദിവസം നീ എത്തിയാൽ മതി. തലേ ദിവസം അവിടെ ഹാജരാവണം. 10 മണി എന്നാകുമ്പോൾ പൈലിയാസ് എത്തിയില്ലെങ്കിൽ ഡാമിയനെ
തൂക്കിക്കൊല്ലും. ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഇനി ഒരാഴ്ച മാത്രമേ ഉള്ളൂ. ഒരു ദിവസമായി, 2 ദിവസമായി. ഇപ്പോൾ ആരകത്താണ്? ദാമീൻ അകത്താണ്, പൈലിയാസ് പുറത്ത്. ഒരു തെറ്റും ചെയ്യാത്ത ദാമീൻ ഇപ്പോൾ ഇവിടെ കിടക്കുക, ജയിലിനകത്ത് കിടക്കുക. പകരം ഇപ്പോൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ദാമീൻ ജയിലിലായി. പൈലിയാസ് തന്റെ സുഹൃത്തുക്കളെ, തന്റെ മാതാപിതാക്കളെ, വീട്ടുകാരെയൊക്കെ കാണുവാനായിട്ട് എന്ത് ചെയ്തു? വീട്ടിൽ ചെന്നു. കണ്ടോ? വീട്ടിൽ ചെന്നപ്പോൾ തന്റെ ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു, പിന്നെ ഭാര്യയുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ അപ്പൻ അമ്മയുണ്ടായിരുന്നു. ഇവരെയൊക്കെ പോയി കണ്ടു. അപ്പൊ ചോദിച്ചെടാ മോനെ, നീ എന്തേ ഈ തെറ്റ് ചെയ്തത്? നിന്നെ ഈ തൂക്കി കൊല്ലുമല്ലോ, നിന്നെ ഈ കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചെയ്തു. അവർ കെട്ടിപ്പിടിച്ച് പിന്നെ എന്ത് ചെയ്തു? അവരുടെ സ്നേഹമൊക്കെ പങ്കുവെച്ചു. നീ എന്തിനീ തെറ്റ് ചെയ്യാൻ പോയി എന്നൊക്കെ ചോദിച്ചു. അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. പക്ഷെ ഇനി വഴക്ക് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഗവൺമെന്റ് ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. നീ എത്തിയില്ലെങ്കിൽ പകരം ആരെ തൂക്കിക്കൊല്ലും? ദാമീനെ തൂക്കിക്കൊല്ലും. ഒരു ദിവസമായി ദാമീൻ വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. പൈലിയാസിന്റെ ഓരോ ഒച്ചയും ചെടി കോർത്തിരിക്കുകയാണ്. ഒരു ദിവസമായി വന്നില്ല, 2 ദിവസമായി എത്തിയില്ല, 3 ദിവസമായി വന്നില്ല. ഒരു വീട്ടിൽ പോയി കാണാൻ പോയി വരുന്ന 3 ദിവസമായിട്ടും എത്തിയില്ല. വന്നില്ലെങ്കിൽ എന്റെ ഗതി അതോ ഗതി. അങ്ങനെ 3 ദിവസമായി, 4 ദിവസമായി വന്നില്ല, 5 ദിവസമായി വന്നോ? 6 ദിവസമായി. രാവിലെയായി, ഉച്ചയായി, വൈകുന്നേരമായി. പൈലിയാസിനെ നോക്കി ദാമീൻ ഇരിക്കുകയാണ്. ഇനി എത്ര ദിവസമുണ്ട്? ഒരു ദിവസം. 6-ാം ദിവസവും വന്നില്ല. 7-ാമത്തെ ദിവസമായി. 7-ാമത്തെ ദിവസം പ്രഭാതം പൊട്ടി വിടർന്നു. ദാമീൻ പൈലിയാസിന്റെ വഴിയിൽ നോക്കിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ എത്തും എന്നിങ്ങനെ ആശിച്ചിരുന്നു. പക്ഷേ ദാമീന്റെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു. 7-ാമത്തെ ദിവസവും ആയിരുന്നില്ല. പൈലിയാസ് നമുക്ക് ചതിച്ചു അല്ലേ? ഇനി ശിക്ഷ നടപ്പാക്കുവാൻ പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് മുമ്പേ പൈലിയാസ് ഹാജരായില്ലെങ്കിൽ ഈ ഒരു കുറ്റവും ചെയ്യാത്ത പാവൻ ദാമീനെ തൂക്കിലേറ്റി. പിറ്റേ ദിവസമായി, പ്രഭാതമായി. 6 മണിയായി, 7 മണിയായി, 8 മണിയായി. വന്നോ? 9 മണി. എത്തിയില്ല. വിധി നടപ്പാക്കുവാൻ ആൾക്കാരെല്ലാം കൂടി വന്നു. ആ ദാരുണ രംഗം കാണുവാൻ കഴിയാതെ കണ്ണും പൊത്തിക്കൊണ്ട് ചിലർ നിൽക്കുകയാണ്. ചില അയ്യോ, ഒരു തെറ്റും ചെയ്യാത്ത ദാമീൻ ഇപ്പോ മരിക്കേണ്ടി വരുമല്ലോ. ആ കൊലക്കളത്തെ നോക്കി, പൈലിയാസിന്റെ വരവ് നോക്കി, ദാമീന്റെ മുഖവും മാറി മാറി നോക്കി. എല്ലാവരും ആകാംക്ഷ പരിതരായി ആ കൊലക്കളത്തിന്റെ ചുറ്റും കൂടി നിൽക്കുകയാണ്. 9 മണിയായി. എത്തിയില്ല. 9:15 വന്നോ? 9:30 ആരുടെ നെഞ്ചിരിപ്പാ കൂടുന്നത്? ദാമീന്റെ നെഞ്ചിരിപ്പ് കൂടി. 9:35, 9:40, 9:45 വന്നില്ല. എല്ലാവരും ആകാംക്ഷയുടെ മുൾമുനയെ നിർത്തിക്കൊണ്ട് ദാമീൻ കൊലക്കളത്തിലേക്ക് കയറുവാനായിട്ട് പോവുകയാണ്. 9:45 കഴിഞ്ഞ് 9:50, 9:55 അദ്ദേഹത്തിന്റെ തൂക്കുമരത്തിൽ കയറ്റുവാനായിട്ട് കൊലക്കളത്തിൽ കയറ്റി. കയറുതാൻ തൂക്കിയിട്ടു. എന്റെ കഴുത്ത് കാണിച്ചു കൊടുക്കുവാനായിട്ട് പോകുന്നു. ഈ നിമിഷങ്ങൾ മാത്രം. ഇനി എത്ര നിമിഷമേ ഉള്ളൂ? 5 മിനിറ്റ്. പൈലിയാസ് എത്തിയില്ലെങ്കിൽ ആരെ കൊല്ലും? ദാമീനെ കൊല്ലും. അങ്ങനെ 9:59 ആയപ്പോൾ ഇതാ ഒരു കുതിര കുളമ്പടി കേൾക്കുന്നു. ഒരു കുതിര കുളമ്പടി. ഒരാൾ വേച്ച് ഓടി വരികയാണ്. കുതിര അതിവേഗം ഓടിച്ച് ഇതാ ദാമീനെ കൊല്ലല്ലേ, പൈലിയാസ് എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അശരീരി കേട്ട് എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു. യഥാർത്ഥത്തിൽ ആരെത്തി? പൈലിയാസ് എത്തി. കറക്റ്റ് 10 മണിയായപ്പോൾ ആരെത്തി? പൈലിയാസ് എത്തി. പക്ഷേ എന്തെന്നറിയാമോ? പൈലിയാസ് വന്നെങ്കിലും ജഡ്ജി തൂക്കിക്കൊല്ലുവാനായിട്ട് വിധിച്ച ആ രാജ്യത്തിലെ രാജാവ് അവരോട് കാര്യങ്ങൾ ചോദിച്ചു. എന്തെടാ, എന്തുപറ്റി? എത്ര നേരമായി നോക്കിയിരിക്കുന്നു? ഇപ്പോൾ ദാമീനെ തൂക്കിക്കൊല്ലുവാനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വളരെ വിഷാദത്തോടെ രാജാവിനോട് കാര്യങ്ങൾ പറഞ്ഞു. അയ്യോ രാജാവേ, ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എന്റെ അമ്മയും പപ്പയും കാണിച്ചില്ലേ നേരത്തെ? അമ്മയും പപ്പയും എന്നെ കെട്ടിപ്പിടിച്ചു. അവരെന്നെ വിടുന്നില്ല. കൊച്ചു കുഞ്ഞിന്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് വരുവാൻ കഴിയുന്നില്ല. കുഞ്ഞ് കരയുകയാണ്. വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് ഗേറ്റിന്റെ അടുത്തെത്തുമ്പോൾ കുഞ്ഞ് വിളിച്ചു, പപ്പ പോകരുതേ, പോകരുതേ. രക്ഷയുണ്ടോ? പോയില്ലെങ്കിൽ ആരെ കൊല്ലും? ദാമീനെ കൊല്ലും. അങ്ങനെ പല പ്രാവശ്യം വീട്ടിന്റെ പുറത്തിറങ്ങി. പക്ഷേ അവരുടെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയില്ല.
അങ്ങനെ ചില തടസ്സങ്ങൾ നേരിട്ടുവെങ്കിലും ദൈവം എന്നെ കാത്തു. ഞാനിതാ ഓടിയെത്തി. ദാവീദിനെ കൊല്ലരുതേ, പകരം എന്നെ കൊല്ലണേ, ദാവീദിനെ താഴെ ഇറക്കണേ എന്ന് പറഞ്ഞു. ഈ ദാരുണ രംഗം ആൾക്കാരെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും? ഇത് കേട്ടപ്പോൾ രാജാവ് അത്ഭുത സ്തബ്ധനായി. എന്ത് ചെയ്യും? നിനക്ക് സ്നേഹിക്കാൻ ഭാര്യയും മക്കളും പപ്പയും അമ്മയും ഉള്ളപ്പോൾ നീ എന്തിനാണ് ഈ തെറ്റ് ചെയ്യുവാൻ പോയത്? അവസാനം സംഭവിച്ചതറിയാമോ? ദാവീദ് പറഞ്ഞു, പൈരിയാസേ, നീ മരിക്കണം, ഞാൻ മരിക്കും. കാര്യം എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എനിക്ക് ഭാര്യയില്ല, എൻ്റെ പപ്പയില്ല, അമ്മയില്ല, എന്നെ കരുതുവാൻ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഒരേ ഒരാൾ മാത്രം. എനിക്ക് ആരുമില്ല. എന്നെ പപ്പ എന്ന് വിളിക്കാൻ ഒരു മോളില്ല, മോനില്ല. മകനെ എന്ന് വിളിച്ച് ലാളിക്കുവാൻ സ്നേഹിക്കുവാൻ അപ്പനില്ല, അമ്മയില്ല. അതുകൊണ്ട് ഞാൻ മരിക്കും. പൈരിയാസേ, നീ പോയി രക്ഷപ്പെട്ടു. നിന്റെ അപ്പനെയും അമ്മയും ഭാര്യയെ നീ എന്ത് ചെയ്യണ്ട, നിരാശപ്പെടുത്തേണ്ട. അങ്ങനെ എന്ത് ചെയ്തു? പൈരിയാസ് ആ കൊലക്കളത്തിൽ നിന്ന് മാറി ദാമീനെ രാജാവ് കൊലക്കളത്തിലേക്ക് ദാമീനെ തൂക്കിക്കൊണ്ടു. നോക്കുക, സ്നേഹം. ഇതാണ് സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത്. ഇതാണ് കൂട്ടുകാരുടെ സ്നേഹം എന്ന് പറയുന്നത്. അവിടെ കൂടി നിന്ന ആൾക്കാരെല്ലാവരും നിറഞ്ഞ കണ്ണുകളുമായി കണ്ണുനീർ തുള്ളികൾ അവിടെ ഇറ്റിച്ച് വീഴ്ത്തിക്കൊണ്ട് അവിടെ നിന്നും മടങ്ങിപ്പോയി. നോക്കുക, യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തത് ആരാണ്? തെറ്റ് ചെയ്തത് ആരാണ്? പൈരിയാസ്. എന്നാൽ ശിക്ഷിക്കപ്പെട്ടതാരാണ്? ദാവീദ്. ഇത് നമ്മെ വിളിച്ചറിയിക്കുന്ന വലിയൊരു സത്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? ആ സത്യം, നമ്മളെല്ലാവരും തെറ്റ് ചെയ്തവരാണ്. നമ്മൾ പാപികളാണ്. നമുക്കറിയാം, പിക്ചേഴ്സ് ഒന്നും കാണിക്കാൻ സമയമില്ല, പെട്ടെന്ന് പറഞ്ഞു പോകും. നമ്മൾ ന്യായമായിട്ടും നരകാഗ്നിയിലേക്ക് പോകേണ്ടവരാണ്, നരകത്തിലേക്ക് പോകേണ്ടവരാണ്. എന്നാൽ കൊലക്കളത്തിൽ കിടന്നുകൊണ്ട് ഒരാൾ പറയുകയാണ്, നിങ്ങളാരും ഇവിടെ ഇരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞു മുതൽ ഇവിടെ ആ മുതിർന്ന ഒരു ആള് പോലും എനിക്ക് പകരമായി മരിക്കേണ്ട, നിങ്ങളുടെ പാപനിമിത്തം മരിക്കേണ്ട, പകരം ഞാൻ മരിക്കാം. ആരാണത് പറഞ്ഞത്? യേശു ക്രിസ്തു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യേശുവിനെ പിടിക്കുവാൻ വേണ്ടി പടയാളികളും പിന്നെ മഹാപുരോഹിതന്മാരും സേവകരും ആർപ്പോടെ വന്നപ്പോൾ എന്ത് ചെയ്തു? കൂടെ ശിഷ്യന്മാരെ പിടിക്കുവാൻ വേണ്ടി അവർ തുടങ്ങി. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ നസ്രയനായ യേശുവിനെയാണ് തിരയുന്നതെങ്കിൽ അത് ഞാൻ തന്നെ, ഇവർ പോയിക്കൊള്ളട്ടെ, ഇവരെ വെറുതെ വിടുക. യഥാർത്ഥത്തിൽ അവിടെ ശിക്ഷിക്കപ്പെടേണ്ടത് ആരാണ്? നമ്മളാണ് ക്രൂശിന്മേൽ മരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളാണ് നിത്യമായ നരകത്തിലേക്ക് പോകുന്നത്. എന്നാൽ ദാമീൻ സ്വന്തമായി ആ ശിക്ഷ ഏറ്റെടുത്തതുപോലെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശിരസിൽ മുൾക്കിരീടം വെച്ച് അടിക്കപ്പെട്ടവനായി. നിങ്ങൾ പിക്ചേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, എന്നാൽ പിക്ചറൊന്നും അത്രയൊന്നും വ്യക്തമല്ല. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ ഒരു വ്യക്തിക്കും വരച്ചോ പറഞ്ഞോ അറിയിക്കുവാൻ കഴിയുന്നതല്ല. ഇത്രമാത്രം കഷ്ടതകൾ യേശു കർത്താവ് ക്രൂശിൽ സഹിച്ചു. തലയിൽ മുൾക്കിരീടം വെച്ചു, അതിന്റെ പുറത്ത് കോലുകൊണ്ട് ആഞ്ഞടിച്ചു. ആ മുള്ളുകൾ തലയോട്ടി പൊപ്പിച്ചുകൊണ്ട് തലച്ചോറിലേക്ക് ആഴ്ന്നത്, മുഖത്ത് നിന്ന് രോമം പറിച്ചെടുപ്പിച്ചു. പിന്നെ കൈകാലുകളിൽ ആണി കൊണ്ട് തളയ്ക്കപ്പെട്ടു. പിന്നെ ശരീരമാസകലം ചാട്ടവാറ കൊണ്ട് അടിച്ചു കീറി. ഒടുവിലായി പടയാളികൾ ഒരു വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി. അങ്ങനെ സകലവും നിവൃത്തിയായെന്ന് പറഞ്ഞ് പ്രാണനെ ഏൽപ്പിച്ചു. കുഞ്ഞുങ്ങളെ, അവിടെ മരിക്കേണ്ടത് ആരായിരുന്നു യഥാർത്ഥത്തിൽ? ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. കാര്യം നമ്മൾ പാപികൾ. പാപി പോകുന്നിടം എവിടെയെന്നാ പറയുന്നത്? പാതാളം. ഇപ്പോൾ നമ്മൾ എവിടെ പോകേണ്ടവരാ? നരകത്തിൽ പോകേണ്ടവർ, നിത്യശിക്ഷാവിധിയിലേക്ക് പോകേണ്ടവർ, കിടാത്ത തീയും ചാകാത്ത പുഴവുമുള്ള നരകത്തിൽ കിടന്ന് നിലവിളിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരമായി നമ്മുടെ ഉറ്റ സുഹൃത്തായ യേശു കർത്താവ് നമുക്ക് പകരമായി ക്രൂശിൽ മരിച്ചു, നമുക്ക് രക്ഷപ്പെടും. അങ്ങനെ ഈ വിശ്വാസത്തിൽ വന്ന് രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലാത്തവർ ഇന്ന് തന്നെ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുക, കർത്താവേ, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് പകരമായി അവിടെ നിന്ന് ക്രൂശിൽ മരിച്ചു, അത് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ അവിടുത്തെ ഒരു മകളാക്കി, ഒരു മകനാക്കി തീർക്കണമേ, എന്റെ പേരും ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ആരൊരാൾ പ്രാർത്ഥിക്കുമോ ആ വ്യക്തി രക്ഷിക്കപ്പെടും. അങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പുള്ള എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന് കൈവക്കാമോ? രക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പുള്ള കുഞ്ഞുങ്ങൾ. ഓക്കെ, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഈ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കും, ഈ സൺഡേ സ്കൂൾ വാർഷികം അതിനിടയായെങ്കിൽ ഇതിന്റെ സംഘാടകർ കൃതാർത്ഥരായി. അതുകൊണ്ട് രക്ഷാദിവസമായി തീരുവാൻ നിങ്ങൾ ഇടയാവും. മാത്രമല്ല, ഈ പാപം എന്ന് പറയുന്നത് എന്താണ്? ഈ പാപം നമുക്കറിയാം. ആദാമിനെ ഹൗവയും ദൈവം എന്ത് ചെയ്തു? ഏദനിൽ സൃഷ്ടിച്ചാൽ അല്ലേ? ആദാമിനെ ഹൗവയും, ഞാൻ പെട്ടെന്ന് എന്തായാലും കൊണ്ടുവന്നിട്ട് കാണിക്കാതെ പോകും ശരിയല്ലോ. ആദാമിനെ ഹൗവയും ദൈവം എന്ത് ചെയ്തു? ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചാക്കിയിട്ട്
ഇതെല്ലാം നമ്മുടെ അപ്പൂപ്പൻ അമ്മച്ചിയാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. അവരെന്ത് ചെയ്തു? ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തു? ഒരു വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ ഭക്ഷിക്കുന്നു. പക്ഷെ എന്ത് ചെയ്തില്ല? അവരത് കേട്ടില്ല. അവരെ സാത്താൻ വഞ്ചിച്ചു. സാത്താൻ ആരുടെ രൂപത്തിലാവുന്നത്? ആരുടെ രൂപത്തിലാണ്? പാമ്പിന്റെ രൂപത്തിൽ വഴി പറയുകയാണ്, നീ പേടിക്കണ്ട, നിന്നോട് ഇത് ഭക്ഷിക്കുവാൻ ദൈവം പറയാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? എന്തുകൊണ്ടാ? അത് നിങ്ങൾ ദൈവത്തെ പോലെയാകും, അതുകൊണ്ട് നീ കഴിച്ചോ. സാത്താൻ പറയുകയും സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ വന്ന് അവരെ വഞ്ചിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവരെന്ത് ചെയ്തു? ആ പഴം പറിച്ചു ഭക്ഷിച്ചു. ഞാൻ ബാബാ സുരേഷൊന്നും അല്ല, ഇപ്പോഴെന്താ ഫലം പറിച്ചു അവരെന്ത് ചെയ്തു? കഴിച്ചു. അവർ പാപികളായി തീർന്നു. അവരുടെ മക്കളായി ഈ ലോകത്തിൽ ജനിച്ചു വീഴുന്ന സകല മനുഷ്യരും പാപികളാണ്. എന്നാൽ ഇനി പാപനിമിത്തം ആരും നരകത്തിൽ പോകേണ്ട, പകരം എങ്ങോട്ട് പോകാം? സ്വർഗത്തിലേക്ക് പോകാം. അങ്ങനെ ഇതുവരെ രക്ഷാനിർണയത്തിൽ എത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെയുള്ള പ്രോഗ്രാമുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ രക്ഷാദിവസമായി തീർക്കുവാൻ കർത്താവിടെ ആകട്ടെ. ഇവിടെയുള്ള പ്രോഗ്രാമുകളെല്ലാം നിങ്ങൾ പരീക്ഷിച്ചാൽ അല്ലെങ്കിൽ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിന്റെ എല്ലാം ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന സാര സത്ത എന്ന് പറയുന്നത് എന്താണ്? രക്ഷ യേശുക്രിസ്തുവിലൂടെ മാത്രം. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഇതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്നു. രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളോട് എനിക്ക് 1-2 കാര്യങ്ങൾ വളരെ താഴ്മയോടെ വിനയത്തോടെ ദൈവസന്നിധിയിൽ ഓർപ്പിക്കട്ടെ. രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് വിശുദ്ധ ജീവിതമാണ്. വിശുദ്ധ ജീവിതം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം എന്താണ് വിശുദ്ധി? ഡെയിലി കുളിക്കുന്നതാണോ വിശുദ്ധി? അല്ല, നമ്മുടെ ഹൃദയത്തിന്റെ വിശുദ്ധി. ഇന്ന് നമുക്ക് പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ എന്ന് പരീക്ഷിച്ചു നോക്കി എന്തുമാത്രം കൊള്ളരുതായ്മകളാണ് ഈ ലോകത്തിൽ നടമാടുന്നത്, അല്ലേ? എന്തെല്ലാം കൊള്ളരുതായ്മ. നിങ്ങൾ ഒരു പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല മാന്യവും മര്യാദയുമുള്ള നല്ല കുഞ്ഞുങ്ങളായിരിക്കും. പക്ഷെ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നിങ്ങളുടെ മാതാപിതാക്കൾക്കോ സൺഡേ സ്കൂൾ അധ്യാപകർക്കോ അറിയില്ല. പക്ഷേ അത് തിരുത്തുവാൻ ഈ വേദപുസ്തകത്തിന് കഴിയും, ഈ സൺഡേ സ്കൂളിന് കഴിയും. അതുകൊണ്ടാണ് പറയുന്നത്, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവം ഓർത്തുകൊള്ളുക, നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്തത് എന്തോന്നാണ്? യേശു കർത്താവിന്റെ രക്തമാണ്. രക്തം. ആ ചുടുനിണത്തെ ഓർത്തുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കും. 1-2 ഉദാഹരണങ്ങൾ പറയട്ടെ. ഞാനൊന്നും തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നെങ്കിലും 1-2 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയട്ടെ. ഒന്ന് വസ്ത്രധാരണം, മറ്റൊന്ന് ഈ ആധുനിക ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺ, പിന്നെ ഫേസ്ബുക്ക്. ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള ഈ പ്രവൃത്തികളെല്ലാം നമുക്ക് വേണ്ടത്. മൊബൈൽ ഫോൺ, പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ, മൊബൈൽ ഫോൺ നമുക്ക് അത്യാവശ്യം, ഇന്റർനെറ്റ് അത്യന്താപേക്ഷിതമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഓരോ കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന്റെ നല്ല വശങ്ങൾ മാത്രം ഉപയോഗിക്കുക. എല്ലാത്തിനും കൊണ്ട് ചീത്ത വശം അതിനെ ഒഴിവാക്കുക. കാര്യം നമുക്ക് വേണ്ടി നൊന്ത് പിടഞ്ഞു മരിച്ച യേശു കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും അകലും. അതുകൊണ്ട് ഇങ്ങനെയുള്ള മൊബൈൽ ഫോൺ, പിന്നെ ഫേസ്ബുക്ക്, പിന്നെ ഇന്റർനെറ്റ്, web.com ഇങ്ങനെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇതിലൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധ വേണം. മറ്റൊരു കാര്യം, വസ്ത്രധാരണത്തെ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ എപ്പോഴും അനുകരിക്കുന്നവർ. ഞാൻ ഈ പ്രായത്തിൽ ഇതുപോലെ സൺഡേ സ്കൂളിൽ പഠിച്ചു, കോളേജിൽ പഠിച്ചു ഒക്കെ വന്നതാണ്. അതുകൊണ്ട് എനിക്കറിയാം, എൻ്റെ സുഹൃത്തുക്കളെയും എനിക്കറിയാം. അത് മാത്രമല്ല, ധാരാളം അമ്മമാരും കൂടാതെ കുഞ്ഞുങ്ങളും വന്ന് ഞങ്ങളോട് ചില കാര്യങ്ങൾ പറയാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയും എൻ്റെ അടുക്കൽ വന്ന് ഒരമ്മ, ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ പതിവായി വന്നുകൊണ്ടിരുന്ന ഒരു ആൺകുട്ടി, ശരത്ത് എന്നാണ് അവൻ്റെ. അവൻ പിറ്റേ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സൺഡേ സ്കൂളിൽ വരുന്നില്ല. ഒരു അമ്മ വന്ന് കരഞ്ഞോണ്ട് പറയുകയാണ്, അയ്യോ സ്പർജ, ഒന്ന് അവനോട് പറയണമേ, ഒന്ന് സൺഡേ സ്കൂളിൽ വരാൻ പറയണമേ. ഞങ്ങൾ വീട്ടിൽ പോയി ആ അമ്മയുടെ അപ്പൻ്റെ കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടുണ്ട് അവനെ പള്ളിയിൽ പറഞ്ഞത്. പക്ഷെ അവൻ എന്ത് ചെയ്തില്ല, അത് ചെയ്യത്തില്ല. അവനത് മുതലാക്കി ഇപ്പോൾ അവന്റെ വഴിയിലേക്ക് ഇറങ്ങി തിരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു, ഇതുപോലുള്ള ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. 2, വസ്ത്രധാരണം. നമ്മൾ എപ്പോഴും അനുകരണ ഭ്രമമുള്ളവരാണ്. നമ്മൾ എന്തുകൊണ്ടാണ്? ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്ന ഒരാളെ നമ്മൾ അനുകരിക്കാറില്ല. ഉദാഹരണം ഞാൻ സ്ത്രീകളോട് ഞാൻ പറയട്ടെ. എന്തുകൊണ്ടാണ് നമ്മൾ ആരും സോണിയാഗാന്ധിയെ അല്ലെങ്കിൽ പ്രതിഭാ പാട്ടീലിനെ, പിന്നെ സുഗതകുമാരി, ഇതുപോലെയുള്ള നല്ല നല്ല വ്യക്തികൾ, ഇങ്ങനെയുള്ള ആൾക്കാരെ ആരും അനുകരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ തുറന്നു പറയേണ്ട കാലങ്ങൾ കഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ പറയാം, നൊമ്പരത്തോടെ ഞാൻ പറയുന്നു. എന്തുകൊണ്ടാണ് ആരും അനുകരിക്കാത്തത്? അവര് നല്ല പ്രഗത്ഭരാണ്, പ്രതിഭകളാണ്.
അല്ലെങ്കിൽ മോശമായി ഇപ്പോഴും അനുസരണക്കേടിലോട്ട് പോകുന്നവരെ അനുകരിക്കാനാണ് നമുക്ക് താല്പര്യം കൂടുതൽ. അല്ലേ? ശരിയല്ലേ? തെറ്റാണെന്ന് അറിയാം, എന്നാലും നമ്മൾ അത് അനുകരിക്കത്തില്ല. പിന്നെ വസ്ത്രധാരണ കൂടുതൽ ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അത് മാത്രം മതി നമുക്ക് കുറികൊള്ളാൻ. യോഗ്യമായ വസ്ത്രം ധരിക്കുക, യോഗ്യമായ വസ്ത്രം ധരിച്ച്. അതുപോലെ പുരുഷന്മാരോട് ഞാൻ പറയട്ടെ, പുരുഷന്മാരെ അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് അനുകരിക്കുവാൻ അല്ലെങ്കിൽ അനുകരിക്കുവാൻ എത്രയോ ആൾക്കാരുണ്ട്. എന്നാൽ അവരാരെ നമ്മൾ എന്ത് ചെയ്യത്തില്ല? അനുകരിക്കില്ല. അല്ല, കീറിയ പാൻറ്റും പിന്നെ ഇറക്കം കുറഞ്ഞ ഷർട്ടും പിന്നെ റബ്ബർ ബാൻഡ് പോലുള്ള താടി ചേട്ടന്മാരെ കണ്ടിട്ടുണ്ടായി. ഇതൊക്കെ നമുക്ക് തോന്നുന്നു നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മളാണ് മിടുക്കന്മാരെന്ന് തോന്നും. പക്ഷെ ഇതിനെയൊക്കെ പുച്ഛിച്ച് തള്ളുന്ന ഒരു സമൂഹം നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. എന്തുകൊണ്ടാണ് പ്രണവ് മുഖർജി നടക്കുമ്പോൾ നമ്മൾ നടക്കാത്തത്? എന്തുകൊണ്ടാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് അത് ഭംഗിയായിട്ട് വസ്ത്രം ധരിക്കുന്നത്, അല്ലേ? അദ്ദേഹത്തിന്റെ മുടി മുതൽ അദ്ദേഹം സിഖ് മതക്കാരനായ രീതിയിൽ വരെ തൊപ്പി വയ്ക്കണമെന്നല്ല ഞാൻ പറയുന്നു. പക്ഷെ ഞാൻ ഒരു ഉദാഹരണം പറയുന്നു. പക്ഷെ നമ്മളെപ്പോഴും തെറ്റായ മാർഗങ്ങളിലേക്കാണ് പോകുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കും. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ കുഞ്ഞുങ്ങളോട്. ഇപ്പോഴുള്ള നിങ്ങളുടെ കാലം എന്ന് പറയുന്നത് പഠനമാണ്. പഠിക്കാനുള്ള സമയമാണ്. പിന്നീട് ഒരു നാൾ അയ്യോ അന്ന് ഞാൻ പഠിച്ചെങ്കിൽ എന്ന് വിചാരിച്ച് ദുഃഖിച്ചാൽ പിന്നെ കിട്ടുന്ന അവസരമല്ലേ ഈ പഠനമെന്ന്. ഇപ്പോൾ പഠിക്കുക. ഓരോ പ്രായത്തിനനുസരിച്ചുള്ള നീക്കങ്ങൾ, മാറ്റങ്ങൾ അത് മാതാപിതാക്കൾ വേണ്ടപ്പെട്ടവരൊക്കെ അത് ക്രമപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അതിനിടയിൽ ചെന്ന് ഒരു പ്രവൃത്തികളും ചെയ്യുവാൻ പാടില്ല. ഈ മാതാപിതാക്കളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ച് എൻ്റെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മാതാവിന്റെ കാര്യം. അവർ വളരെ വിഷണ്ണ ഹൃദയത്തോടെയാണ് വന്നത്. ഞാൻ അവരോട് ഇത്ര മാത്രമേ ചോദിച്ചുള്ളൂ, എൻ്റെ അമ്മയെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പിറന്ന് വീണ സമയം മുതൽ ആ കുഞ്ഞ് നിങ്ങളുടെ കയ്യിലല്ലായിരുന്നു, അല്ലേ? ജനിച്ചു വീഴുന്ന അന്നേ ദിവസം മുതൽ നിങ്ങളുടെ ഭർത്താവിന്റെ കയ്യിലായിരുന്നു ആ കുഞ്ഞ്. അല്ലാതെ ഇപ്പോൾ ഈ 10-15 വയസ്സായപ്പോൾ ദൈവം ആകാശത്ത് നിന്ന് കെട്ടിയിറക്കി തന്നൊന്നുമല്ലല്ലോ. അപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിരുന്നു? വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലും സമൂഹത്തിന്റെ സാമാന്യ ബുദ്ധിക്ക് അനുസരിച്ചെങ്കിലും ആ കുഞ്ഞിനെ എന്ത് ചെയ്യേണ്ടതായിരുന്നു? വളർത്തേണ്ടതായിരുന്നു. അതിന്റെ പ്രായം കഴിഞ്ഞു. ഇനി അവൻ ഇങ്ങോട്ട് വളരാൻ വിളിച്ചാൽ അവൻ എന്ത് ചെയ്യും? അങ്ങോട്ടേ പോകും. അമ്മയെ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? പറയുന്നത് തന്നെ പുച്ഛമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അമ്മയുടെ പല്ല് തെറിപ്പിച്ചവനാണ് ഈ മോൻ. ഞാൻ പറഞ്ഞു ആ വിഷാദത്തോടെയാണ് അവർ വന്നത്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ദൈവം നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ ആയുധമാണ്. അതിന് നമ്മൾ എങ്ങനെ മെരുക്കിയെടുക്കുന്നോ അതിനനുസരിച്ചാണ് പിന്നെ നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത്. വസ്ത്രധാരണം നിങ്ങൾക്ക് മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ പറയണം, അത് പാടില്ല, അത് വാങ്ങി കൊടുക്കരുത്. അതിനാണ് മാതാപിതാക്കളുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാതെ അനാഥരായിട്ട് വിടാതെ സുരക്ഷിതമായ കൈകളിലാണ് കുഞ്ഞുങ്ങളെ ദൈവം ആദ്യമേ ഏൽപ്പിക്കുന്നത്. ആ ബോധം നമുക്ക് വേണം. ഞാൻ ഇതിനെല്ലാം തെളിവുള്ള വാക്യങ്ങൾ കുറിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ ഒന്നും പറയാനുള്ള സമയമില്ല. വേദപുസ്തകത്തിൽ പറയുന്നു, പുരുഷന്റെ വസ്ത്രം പുരുഷനും സ്ത്രീയുടെ വസ്ത്രം സ്ത്രീയും ധരിക്കണം. ആവർത്തന പുസ്തകത്തിലുണ്ട്, റെഫറൻസ് ഞാൻ പറഞ്ഞു, വീട്ടിൽ പോയി വായിക്കുക. ഇങ്ങനെയുള്ള ധാരാളം പഥ്യോപദേശങ്ങൾ നമുക്ക് വേദപുസ്തകത്തിലുണ്ട്. ഈ അപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും തെറ്റിപ്പോകും. കാര്യം അവൻ എപ്പോഴും ഉണർത്തുന്നത് വേദപുസ്തകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യേശുവിന്റെ ക്രൂസിലെ സ്നേഹമാണ്. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളോട് വളരെ താഴ്മയായി ഞാൻ പറയട്ടെ, അവർ പഠിക്കുന്നതിനോടൊപ്പം അവരുടെ ബാക്കി എല്ലാ വശങ്ങളും അവർക്ക് ആവശ്യമുള്ളപ്പോൾ മൊബൈൽ ഫോൺ എല്ലാ സ്കൂളുകളിലും നിരോധിച്ചിരിക്കുന്ന ഒരു വസ്തുതയാണ്. എനിക്കറിയാം, ഇവിടെ ഒരു അധ്യാപകനെ ഞാനിന്ന് പരിചയപ്പെട്ടു. എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും മൊബൈൽ ഫോൺ നിരോധിച്ചിരിക്കുന്നു. പക്ഷേ നമ്മൾ എന്തിനാണ് മൊബൈൽ ഫോൺ വാങ്ങി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊടുക്കുന്നത്? എന്തിനാണ്? എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ വീട്ടുകാരറിയും. ഇതിനിടയിൽ ഒരു കാര്യം സംഭവിക്കാനായിട്ട് പോകുന്നു. പിന്നെ സമയപരിമിതി പോലെ ഞാൻ ഇവിടെ നിർത്തട്ടെ. ഇങ്ങനെ പോകുന്നു കാര്യം. ഇതെല്ലാം നമ്മൾ അച്ചടക്കത്തോടെ ബുദ്ധിയോടെ നമ്മൾ പാലിക്കുകയാണെങ്കിൽ മക്കൾ യഹോവ നൽകുന്ന ദാനം മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. നിങ്ങൾ വാർദ്ധക്യ കാലത്ത് നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് തുണയായിരിക്കും. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ആ പയ്യൻ ഈ അമ്മയുടെ വാർദ്ധക്യകാലത്ത് ഈ അപ്പന്റെ വാർദ്ധക്യകാലത്ത് തുണയായിരിക്കുമോ ശത്രുവായിരിക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയാനായിട്ട് പോകുകയാണ്. എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ അമൂല്യമായ വസ്തുതകൾ, ഈ സത്യങ്ങൾ
ഇതിനെ തുടച്ചു മായ്ച്ചു കളയാതെ അതിനെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് തുടർന്നുള്ള ജീവിതത്തിൽ നിങ്ങളെ പ്രാവർത്തികമാക്കുവാൻ ദൈവം നിങ്ങൾക്ക് സകല കൃപകളും ആശീർവാദങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു സാവകാശം ഒരുക്കി തന്ന നെല്ലിക്കുന്ന ബ്രദറൻ സഭയോടുള്ള അകമഴിഞ്ഞ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം നിങ്ങളിലേക്ക് മഹത്വപ്പെടുമാറാകട്ടെ. പ്രോഗ്രാമിലെടുത്ത് പാട്ടാണ്. പാട്ടിനായി റോഷ്ന ആൻഡ് റോഷ്നി ക്ഷണിച്ചു. റോഷ്ന റോഡ്. സകല നന്മയോടും നമുക്ക് ചൊരിഞ്ഞ കർത്താവിനെ നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. അടുത്ത് നിങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, നിങ്ങളെല്ലാവരും പ്രതീക്ഷയോടെ ഇരിക്കുന്ന സമ്മാനദാനമാണ്. സമ്മാനദാനം നടത്തുന്നതിലേക്കായി ചുമതലപ്പെട്ട സഹോദരന്മാരെ ക്ഷണിച്ചു.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതുവരെയും നിങ്ങൾ വളരെ ശാന്തമായിരുന്നു. തുടർന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമ്മാനം മേടിക്കാനായിട്ടാണ് നിങ്ങൾ കാതുകൊടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ ഇവിടെ നടക്കുന്നതായ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനം 3/3/13 അഥവാ മാർച്ച് 3 2013 പ്രാർത്ഥന കൂടെ ആരംഭിക്കാൻ കർത്താവ് സഹായിച്ചു. റിപ്പോർട്ടിൽ കേട്ടതുപോലെ ആദ്യ സമയങ്ങളിൽ 57 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ, അതിനുശേഷം 50 കുഞ്ഞുങ്ങളായി ചുരുങ്ങുകയും അങ്ങനെ 9 ക്ലാസ്സുകളിലായി ദൈവവചനം അഭ്യസിപ്പാനായിട്ട് കർത്താവ് സഹായിച്ചു. അതിൻ്റെ സമ്മാന വിവരമാണ് ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. 1, 2 സമ്മാനങ്ങൾക്ക് മാത്രം കൈവരിച്ചാൽ മതി. ചെറിയ ക്ലാസ് മുതലാണ് വായിക്കുന്നത്. 1 മുതൽ 9 വരെയാണ്. 1ാം ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്നത് ഷീല ടീച്ചറാണ്. ടീച്ചർ 7 കുഞ്ഞുങ്ങളെ ഈ വർഷം ദൈവവചനം അഭ്യസിക്കാനായിട്ട് സഹായിച്ചു. ടീച്ചർക്കും നന്ദി അറിയിക്കുന്നു. 1ാം ക്ലാസ്സിൽ 1ാം സമ്മാനം സമ്മാനദാനം നിർവഹിക്കുന്നതിന് വേണ്ടി അധ്യക്ഷൻ സ്പർജൻ സൗറിനെ സമ്മാനം അന്ന പ്രിൻസ്. രണ്ടാം സമ്മാനം കസിയ ബിജു. അന്ന ബിനു. 3 കൈയടിക്കില്ല, 1, 2 അടിച്ചാൽ മതി. ഷമുവേൽ. കെവിൻ സോണി. ജെമിമ ജോജു. കെസിയ ജസ്റ്റിൻ. രണ്ടാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം പഠിപ്പിച്ച ടീച്ചർ ഗ്രേസ് പോൾ ആയിരുന്നു. 3 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. 1ാം സമ്മാനം 2ാം ക്ലാസ് 1ാം സമ്മാനം ഏഞ്ചൽ റൊണാൾഡ്. 2ാം സമ്മാനം അബിയ പോൾ. ഷാരോ. 3ാം ക്ലാസ്സിൽ 4 കുഞ്ഞുങ്ങളെ ടിസി ടീച്ചർ പഠനം നടത്തുവാനായിട്ട് കർത്താവ് സഹായിച്ചു. അതിൽ 1ാം സമ്മാനം 3ാം ക്ലാസ് 1ാം സമ്മാനം റോഷന റോഡ്നി. 2ാം സമ്മാനം ബെൻസി ബിനു. 'അലൻ ഗോപി. 'സോന സോണി. 4ാം ക്ലാസ്സിൽ ബിനു ജോൺ. 6 കുഞ്ഞുങ്ങളെ ഈ വർഷം വചനം പഠിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. അതിൽ 1ാം സമ്മാനം ലഭിച്ചിരിക്കുന്ന മോനിക്ക ദാനിയൽ. റൊണാൾഡ് 2ാം സമ്മാനം. ആശ സിപി. അലീന ഷാജു. ജിമിൻ ജോർജ്. ആരോ. 5ാം ക്ലാസ്സിൽ ജോസഫ് പോൾ എന്ന സഹോദരനാണ് ക്ലാസ്സിൽ ജോലിയിരുന്നത്. 6 പേരെ വചനം പഠിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. അതിൽ 1ാം സമ്മാനമായി ലഭിച്ചത് വിങ്കി.
ആശീർവദിക്കാൻ ശ്രദ്ധയായി. അഞ്ചാം ക്ലാസ് എടുത്തുകൊണ്ട് ജോജു സൈമൺ മാഷാണ്. 5 പേരെ വചനം പഠിക്കാനായിട്ട് സഹായിച്ചു. ഒന്നാം സമ്മാനം നിതിൻ റോയ്. രണ്ടാം സമ്മാനം ജോയ് സൈമൺ. നിശബ്ദരായിരിക്കാൻ കൈയടിക്കുന്ന ശബ്ദം മാത്രം കേട്ടാൽ മതി. അലീന ബോബി. നിതു ഷെറിൻ. കാവ്യ. ഏഴാം ക്ലാസ്സിൽ ക്ലാസ് എടുത്തിരുന്നത് സണ്ണി മാഷാണ്. 8 കുഞ്ഞുങ്ങളെ ഈ അധ്യയന വർഷം പഠിക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. അതിൽ ഒന്നാം സമ്മാനം ലഭിച്ചത് ഫ്രാങ്ക്ലിൻ പ്രിൻസ്. രണ്ടാം സമ്മാനം ഷീല. നീലം. നീലം. അനബിൾ. മിഥുൻ. അക്സ പോൾ. ടിഫിൻ. കൗസല്യ. ടിഫിൻ കൗസല്യ. എട്ടാം ക്ലാസ്സിൽ ക്ലാസ് എടുത്തത് ഗോപി മാഷാണ്. 8 പേരെ വേദനം പഠിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. ഒന്നാം സമ്മാനം ലഭിച്ചത് റിംസൺ പോൾ. രണ്ടാം സമ്മാനം വീരമ്മ. ഞങ്ങൾ താളടിക്കുന്നത് അത് കഴിച്ച് പൊട്ടി കഴിഞ്ഞുള്ളത് വേറെ മാറി കിട്ടില്ല. കൈ പഠിച്ചാൽ ജൂമി. ശാലിനി. നിതു പി കെ. കസ്തൂരി. സിജിബി. ഒന്നാം ക്ലാസ്സിൽ ക്ലാസ് എടുത്തിരുന്നത് ഡേവിഡീസ് എന്ന സോറിനാണ്. ഞാനാണ്. 5 കുഞ്ഞുങ്ങളായിരുന്നു പിന്നീട് വരാതായി. 3 കുഞ്ഞുങ്ങളെയാണ് ഈ വർഷം വേദപഠനത്തിനായി തീരുമാനിക്കായത്. ഒന്നാം സമ്മാനം വിദ്യ. രണ്ടാം സമ്മാനം രാജിമോൾ. സെൽവി. താങ്ക് യു ബ്രദർ. ഒരു വർഷക്കാലം അഥവാ 38 ആഴ്ചയാണ് ഈ 2013-14 വർഷത്തിൽ വേദപഠന ക്ലാസ് നടത്തുവാനായിട്ട് കർത്താവ് സഹായിച്ചത്. ഈ 38 ആഴ്ചകളും മുടങ്ങാതെ കടന്നു വന്ന കുഞ്ഞുങ്ങളുടെ പേരാണ് വിളിക്കുന്നത്. അവർക്ക് ആ സമ്മാനം കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മിയാണ്. മമ്മിയെ വേദിയിലേക്ക് ഞങ്ങൾ സാധന
ക്ലാസ്സാണ്. 4 കൊല്ലം മുടങ്ങാതെ അന്ന പ്രിൻസ് ഒന്നായ ഏരിയ വെയിറ്റ് ഉണ്ട്. അവ ശ്രദ്ധിച്ച് പിന്നെ ഉപയോഗിക്കണം. അന്ന ബിനു, എർവിൻ സോണി, ജമീമ ജോജു, ക്ലാസ്സിലെ ഒരാളാണ് ഫുൾ പ്രസന്റ്. ഏഞ്ചൽ റൊണാൾഡ്, മൂന്നാം ക്ലാസ്സിൽ ടീച്ചറെ ക്ലാസ്സിൽ 2 പേരാണ് ഫുൾ പ്രസന്റ്. റോഷ്ന റോഡ്നി, സോന സോണി, മാഷ ക്ലാസ്സിലെ 4ാം ക്ലാസ്സിൽ 2 പേരാണ് ഉള്ളത്. മോനിക്ക ദാനിയേൽ, ജോസഫ് മാഷ് ക്ലാസ്സിലെ 2 പേരാണ് ഉണങ്ങാതെ വന്നത്. പിങ്കി, ജോർജ് മാസ്റ്റർ ക്ലാസ്സിലെ മുടങ്ങാതെ വന്നത്. നിതിൻ റോയ്, ജോയൽ സൈമൺ, ക്ലാസ്സിലെ 4 പേര് മുടങ്ങാതെ വന്നു. ഫ്രാങ്ക്ലിൻ പ്രിൻസ്, ഷീല, ഗോപി മാസ്റ്റർ ക്ലാസ്സിൽ 2 പേരാണ് വന്നത്. പ്രിൻസൺ പോൾ, ഇവിടെ അതിഥിയായി വന്ന നമ്മൾ ക്ഷണസ്വീകരിച്ച് കടന്നു വന്ന അധ്യക്ഷനായ പ്രിയ സ്വാഗത സഹോദരൻ സ്റ്റേജിലേക്ക് വീണ്ടും ക്ഷണിക്കുകയാണ്. വിസ്തം പ്രിയ സഹോദരന് സന്തോഷമുള്ള ഒരു സമ്മാനം മമ്മി നിർവഹിക്കും. അതുപോലെ മമ്മിക്കും പ്രിയ അധ്യക്ഷൻ അങ്ങോട്ട് കൊടുക്കും. ദൈവത്തിന്റെ സ്തോത്രം. ഇത്രത്തോളം കർത്താവ് സഹായിച്ചു. ഈ ആണ്ടിലും ദൈവത്തിന്റെ കൃപ കാണുവാനായിട്ട് ദൈവം സഹായിച്ചു. ഇവിടെയുള്ള 50 കുഞ്ഞുങ്ങൾ വളരെ ആത്മാർത്ഥമായി പ്രോഗ്രാം ചെയ്ത കുഞ്ഞുങ്ങളും ഇല്ലാത്തവരുണ്ട്. അവരൊക്കെ ഈ ദിവസങ്ങളിൽ പ്രാക്ടീസ് വരുവാനൊക്കെ ഇടയായി. ഇവിടെയുള്ള സഭ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ ടീച്ചേഴ്സും വളരെ ഡെഡിക്കേറ്റഡ് ടീച്ചേഴ്സും കർത്താവ് ഞങ്ങൾക്ക് തന്നു. ഒരുമിച്ച് ഒരു കൂട്ടായ പ്രവർത്തനം ചെയ്യുവാൻ ഇടയായി. തുടർന്നു കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമ്മുടെ സൺഡേ സ്കൂളുണ്ട്. മാർച്ച് അവസാനം നമ്മുടെ ക്ലോസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും അടുത്ത ആഴ്ച 2:30 മണിക്ക് വരണം. പുതിയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരണം എന്ന് വിശേഷ ഓർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. എത്രത്തോളം നമ്മളെ സഹായിച്ച ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. സമ്മാനം ലഭിച്ചവർക്കും ഇനി ലഭിക്കാത്തവർക്കും ഇനി അടുത്ത പ്രാവശ്യം ലഭിക്കാൻ പോകുന്നതിന് വേണ്ടി നമുക്ക് ഒന്നുകൂടി ക്ലാപ്പ് ചെയ്യാം. കർത്താവ് സഹായിക്കട്ടെ. അവർക്ക് സമ്മാനം കിട്ടിയോ? സന്തോഷമായോ? അതായിരിക്കും. ഓക്കെ, ഒരു പകുതി സന്തോഷമേ ഉള്ളൂ. എന്തായാലും പ്രിയ സാറിനും അതുപോലെ നിങ്ങളെ വളരെ
വളരെയധികം കഷ്ടപ്പെട്ട് പഠിപ്പിച്ച അധ്യാപകർക്ക്, പ്രിയ അങ്കിളുമാർ, ഇവരെല്ലാവരും വളരെ അധ്വാനിച്ചാണ് നിങ്ങളെ ഇവിടെ ഈ വാർഷികത്തിന് വേണ്ടി ഒരുക്കിയതും സമ്മാനങ്ങൾ ക്രമീകരിച്ചതും അത് നിങ്ങൾക്ക് നൽകിയതും. അപ്പൊ അവർക്ക് നമ്മൾ തിരിച്ചെന്തെങ്കിലും കൊടുക്കണ്ടേ? എന്ത് കൊടുക്കാം? ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കാം. സമ്മാനങ്ങൾക്ക് താഴെ വെച്ച് കയ്യപ്പം ചൂടാക്കി അവർക്കൊരു നന്ദി സൂചകമായിട്ട് നമുക്കൊരു സമ്മാനം, ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കാം. അടുത്തതായി പ്രോഗ്രാം ഷീറ്റിൽ ഗ്രൂപ്പ് സോങ് വീരമ്മ ആൻഡ് പാർട്ടി. ആരും എഴുന്നേറ്റ് പോകരുത്. സമ്മാനങ്ങൾ കിട്ടിയവരെല്ലാം അവിടെ വെച്ചുകൊണ്ടിരിക്കും.